നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഘട്ടം ഘട്ടമായി ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളും നിർബന്ധിത സ്വദേശിവൽക്കരണ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. സൗദിയിൽ വിഷൻ 2020 അനുസരിച്ച് സാമ്പത്തിക മേഖലയിൽ സ്വദേശികളുടെ സംഭാവന വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഈ വർഷം ജൂൺ 22-നാണ് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി സ്വദേശിവൽക്കരണ തീരുമാനം പ്രഖ്യാപിച്ചത്. സൗദിയിൽ ഇപ്പോൾ നിയമരംഗത്തെ തൊഴിലുകളുടെ സ്വദേശിവൽക്കരണം രണ്ടാം ഘട്ടവും പ്രാബല്യത്തിലായി കഴിഞ്ഞു. ഉപഭോക്തൃ സേവന തൊഴിലുകളിലെ അതായത് കസ്റ്റമർ സർവീസിൽ സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം നടപ്പായി. ഉപഭോക്തൃ സേവന തൊഴിലുകൾ 100% ഇതോടെ സ്വദേശിവൽക്കരിച്ചു കഴിഞ്ഞു. രാജ്യത്തെ പൗരന്മാർക്ക് അനുയോജ്യമായ തൊഴിൽ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിനും തൊഴിൽ വിപണിയിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുടെ തുടർച്ചയായാണ് നടപടി. ഈ തൊഴിലുകൾ സ്വദേശിവൽക്കരിക്കാൻ തീരുമാനിച്ച സമയപരിധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. ഉപഭോക്തൃ സേവന തൊഴിലുകൾ 100% സ്വദേശിവൽക്കരിക്കാനായിരുന്നു തീരുമാനം. വിവിധ കമ്പനികളുടെ ഉപഭോക്തൃ സേവനം, പുറം കരാർ ജോലിക്കായി ചെയ്യുന്ന കോൾ സെന്റർ പോലുള്ളവയടക്കം എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ തീരുമാനം ബാധകമാണ്. ഇതിലൂടെ ഈ രംഗത്തെ 4000 തൊഴിലവസരങ്ങളാണ് സ്വദേശികൾക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ലീഗൽ കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളിലേതടക്കം നിയമരംഗത്തെ തൊഴിലുകളിൽ 70% സ്വദേശിവൽക്കരണമാണ് രണ്ടാം ഘട്ടമായി നടപ്പാക്കുന്നത്. മാനേജർ, സൂപ്പർവൈസർ പോലുള്ളവയടക്കം ഈ രംഗത്തെ വിവിധ തൊഴിലുകളിലാണ് സ്വദേശിവൽക്കരണം ഏർപ്പെടുത്തുന്നത്. അതേസമയം തപാൽ, പാഴ്സൽ, ഗതാഗത രംഗത്തെ 14 തൊഴിൽ മേഖലകളിൽ സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം ശനിയാഴ്ച മുതൽ നടപ്പായി തുടങ്ങിയിരിക്കുകയാണ്. ഗതാഗത ലോജിസ്റ്റിക് മന്ത്രാലയം, ഗതാഗത അതോറിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് ഈ തീരുമാനം നടപ്പാക്കുന്നത്. തപാൽ പ്രവർത്തനങ്ങളും പാഴ്സൽ ഗതാഗതവും സ്വദേശിവൽക്കരിക്കാനുള്ള തീരുമാനത്തിൽ ആദ്യഘട്ടത്തിൽ 14 തപാൽ തൊഴിൽ മേഖലകളെയാണ് 100% സ്വദേശിവൽക്കരിക്കുന്നത്. ശുചീകരണ തൊഴിലാളികളെയും ചരക്ക് കയറ്റിയിറക്ക് തൊഴിലാളികളെയും ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള വിതരണ സേവനങ്ങൾ, പ്രാദേശികവും അന്തർദേശീയവുമായ പാഴ്സലുകളുടെ ഗതാഗതം, പാഴ്സലുകളുടെ പ്രാദേശിക വിതരണം, കൊറിയർ പ്രവർത്തനങ്ങൾ, ബാക്ക് മെയിലും തപാൽ പാഴ്സലുകളും സ്വീകരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും കൊണ്ടുപോകുന്നതിനുമുള്ള ജോലികൾ, പോസ്റ്റ് ഓഫീസ് മാനേജ്മെന്റ് സേവനങ്ങൾ, തപാൽ ലോജിസ്റ്റിക്സ് സേവനങ്ങൾ, സ്വകാര്യ തപാൽ കാരിയറുടെ പ്രവർത്തനങ്ങൾ, സ്വകാര്യ തപാൽ സേവനങ്ങളും വിതരണവും, സാധാരണ മെയിൽ, എക്സ്പ്രസ് മെയിൽ, മറ്റു മെയിൽ പ്രവർത്തനങ്ങൾ, തപാൽ ഉരുപ്പടികൾക്കും പാഴ്സലുകൾക്കുമായുള്ള പ്രോസസ്സിംഗ്, സ്റ്റോറേജ് സേവനങ്ങൾ എന്നിവ സ്വദേശിവൽക്കരണ തീരുമാനത്തിൽ ഉൾപ്പെടും. എന്നാലും ഈ മേഖലകളിൽ തൊഴിലെടുക്കുന്ന പ്രവാസികൾക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ സ്വദേശിവൽക്കരണ നടപടികൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.